ഒസ്സലമ ഐലേസ എന്നും പാടിക്കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ് മക്കളെ ദിലീപ് ഏട്ടൻ. അതെ, കുറച്ച് നേരം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ദിലീപ് ഏട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നത്? അൻസിബയും ജാസ്മിനും കൂടി നാളെ ഒരു പൊരിഞ്ഞ അടി നടക്കുവാണ്. നോറയും ജാസ്മിനും കൂടി നീ എന്നെ എടീന്ന് വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ജാസ്മിൻ ഒരു പൊരിഞ്ഞ അടിക്ക് നോറയുടെ അടുത്തേക്ക് പോവാണ്. എന്താണ് നാളത്തെ ഞെട്ടിപ്പിക്കുന്ന പ്രൊമോ വന്നിട്ടുണ്ട്. വീട്ടുകാർ ഫുള്ളും ഷോക്കാണ് ദിലീപിനെ കണ്ടിട്ട്. പറയാൻ പ്രൊമോ എന്താണെന്ന്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. ഓക്കെ, അപ്പോൾ ദിലീപ് ബിഗ് ബോസ് വീടിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണുന്ന പ്രധാന സംഭവം. കണ്ടസ്റ്റൻസ് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുന്നു. അപ്പോൾ എന്തോ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അവരെ അവിടെ കൊണ്ടുവന്നത്. അവിടെ നമ്മുടെ ദിലീപിൻ്റെ പുതിയ മൂവിയുടെ 2-3 ഫ്ലക്സ് എല്ലാം തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. പവി കെയർ ടേക്കർ, അതാണ് മൂവിയുടെ പേര്. ആ മൂവിയുടെ 2-3 പോസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിച്ചത്. സ്പോൺസർ ടാസ്ക് എന്നോ എന്തായാലും പറഞ്ഞു കാണും. അപ്പം പാട്ട് കേൾക്കുന്നു. ഒസ്സലമ ഐലേസ ഒസ്സലമ ഒസ്സലമ ഐലേസ. അപ്പോൾ വീട്ടുകാർക്ക് ആരെങ്കിലും വരണോ ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റി ഏരിയയുടെ വാതിലെന്നുണ്ട്. ദിലീപ് ഏട്ടൻ ഇങ്ങനെ ഒരു തലയിട്ട് നോക്കുന്നു. വീട്ടുകാർ ഫുൾ ഷോക്ക്. ഒരു ബൊക്കയും കൊണ്ടാണ് ദിലീപ് ഏട്ടൻ വരുന്നത്. അപ്പോൾ ദിലീപ് ഏട്ടൻ അൻസിബ ദിലീപ് ഏട്ടനെ കാണുമ്പോൾ ഞാൻ വലിയ സെലിബ്രിറ്റി ആണല്ലോ എന്നുള്ള ലെവലിൽ ദിലീപ് ഏട്ടൻ്റെ അടുത്ത് പോകുന്നു. ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഷോക്ക്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ല, വീട്ടുകാരെ ഞെട്ടും. ദിലീപ് ഏട്ടനെ കാണുമ്പോൾ വീട്ടുകാരെ ഞെട്ടും. അങ്ങനെ ജിൻഡോ ആദ്യം പോയി സ്വീകരിക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാവർക്കും ഷേക്കൻ്റൊക്കെ കൊടുത്തു വരുമ്പോൾ ജിൻഡോ അടുത്ത് ലാലേട്ടനെന്ന് ദിലീപ് ഏട്ടൻ പറയണേ, രണ്ടാമത്തെ ഷേക്കൻ്റ് ആണിത്, രണ്ടാമത്തെ ആണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ദിലീപ് ഏട്ടൻ വന്നിട്ട് പറയണേ, ഓ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ പറയണമായിരിക്കും ഇവൻ്റെ കൂടി ഒരു കുറവേ അതിനകത്ത് ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇവനെയും കൂടെ കയറ്റി വിട്ടോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ദിലീപ് ഏട്ടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ താഴെ കുറേ പേര് വന്നിട്ട് ഓ ഇതിൻ്റെ കൂടി ഒരു കുറവേ ഇനി അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കമൻറ്റ് ചെയ്തിരുന്നു. സെയിം അതേ സാധനം ദിലീപ് ഏട്ടൻ അതിനകത്ത് പറയുന്നുണ്ട്, ഇവൻ്റെ കൂടി കുറവേ ഉള്ളൂ എന്ന് ആളുകൾ പറയുമെന്ന്. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനി ദിലീപ് ഏട്ടൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോൺസേഡ് ദിലീപ് ഏട്ടൻ ഈ പറയുന്ന മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബിഗ് ബോസ് ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഇതുപോലെ വരാറുണ്ട്. വന്നിട്ട് അവരുടെ മൂവിയുടെ ട്രെയിലർ റിലീസ് ചെയ്യുക, എന്നാണത് വരാൻ പോകുന്നതെന്ന് പറയുക, ആ മൂവി എന്തായിരിക്കും എന്നതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുക. ഇതാണ് സംഭവം ഇതാണ്. അതുപോലെ എന്തെങ്കിലും ടാസ്കും കൂടെ കാണും. ആ ടാസ്കിൻ്റെ ബേസിസ് ചെയ്തായിരിക്കും ഇങ്ങനെ വരാൻ പോകുന്നത്. അതാണ്. എന്നിട്ട് വീട്ടുകാരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഇതൊരു പ്രൊമോഷനുമാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര റേറ്റിംഗ് കിട്ടുന്ന TRP കിട്ടുന്ന ഒരു എപ്പിസോഡും കൂടിയാണ്. ഇങ്ങനെ ദിലീപൊക്കെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെ വരുന്നു എന്ന് പറയുമ്പം TRP കിട്ടുന്ന ഒരു സാധനം കൂടിയിട്ടാണ്. ഇതാണ് ദിലീപിൻ്റെ കേസ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഡൈനിങ് ടേബിളിൽ അവിടെ ജാസ്മിൻ ഇരിക്കുന്നുണ്ട്, അൻസിബ മാറി നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെ ഒരു വഴക്കാണ്. ഞാൻ എന്താ പറഞ്ഞേ എന്ന് അൻസിബ ചോദിക്കുന്നുണ്ട്. വഴക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നോറ എടി നിന്നെ എനിക്കറിയാടി എന്ന് പറഞ്ഞുകൊണ്ട് നോറ തുടങ്ങുമ്പോൾ എടീന്നോ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അടിയാണ് കളിക്കുന്നത്. വമ്പൻ അടിയാണ് നാളെ പൊട്ടുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു അടിയാണ്. പിന്നെ ദിലീപ് ഏട്ടനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ലൈവിൽ കാണാം ദിലീപ് ഏട്ടൻ വരുന്നതും അവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ടാസ്ക് എന്തായിരിക്കും. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എവിക്ഷൻ ഉണ്ട്, ദിലീപ് ഏട്ടൻ വന്നിട്ട് എവിക്ഷൻ നടത്തുന്നു. അങ്ങനെ എവിക്ഷൻ ഒന്നും നടന്നതായിട്ട് എനിക്ക് അറിയില്ല. അറിയുവാണെങ്കിൽ അറിയിക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് എന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്തവർ നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ രാത്രിയിലത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.